ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന നടന്നു. നാരദൻ വാത്മീകിക്ക് രാമായണം പറഞ്ഞു നൽകുന്നതിന്റെ പുനരാഖ്യാനം തന്റെ വരകളിലൂടെ ഫാത്തിമ സിയ പകർത്തിയത് മികവുറ്റതായി. ഇത് 6ാം വർഷമാണ് രേഖ രാമായണം എന്ന പേരിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന നടത്തുന്നത്. ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിക്ക് ഇത്തവണ പ്രത്യേകത ഏറെയാണ്. കലയ്ക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത്തവണത്തെ രേഖ രാമായണത്തിലൂടെ ഫാത്തിമ സിയ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സമൂഹത്തിനു മുന്നിൽ വരച്ചു കാട്ടുന്നത്. നാരദൻ വാൽമീകിക്ക് രാമായണം പറഞ്ഞു നൽകുന്നതിന്റെ പുനരാഖ്യാനമാണ് തന്റെ വരകളിലൂടെ ഫാത്തിമ സിയ പകർത്തുന്നത്. ആദ്യമൊക്കെ ഞാൻ ചെറുപ്പത്തില് ഡ്രോയിങ് ബുക്കില് കളർ കൊടുക്കലായിരുന്നു ഭയങ്കര ഇഷ്ടം. പിന്നെ ആ ഡ്രോയിങ് ബുക്കിൽ കളർ കൊടുത്ത ചിത്രം വേറൊരു പേപ്പർക്ക് അതുപോലെ നോക്കി വരയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഞാൻ ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂണ്, ഡിജിറ്റൽ പെയിന്റിങ്, കാലിഗ്രാഫി എന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതില് കാർട്ടൂണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല. യൂട്യൂബ് കണ്ടാണ് അറബിക് കാലിഗ്രാഫി പഠിച്ചതെന്ന് സിയ പറഞ്ഞു. പിന്നീട് മത്സരങ്ങളിൽ പങ്കെടുത്ത് കാലിഗ്രാഫിയുമായി കൂടുതൽ ഇടപഴകിയെന്ന് സിയ പറഞ്ഞു. പിന്നെ അറബിക് കാലിഗ്രാഫിയുടെ കാര്യം എന്ന് വെച്ചാല് ഞാന് യൂട്യൂബിലായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അറബിക് കാലിഗ്രാഫി എഴുതല് പഠിച്ചത്. പിന്നെ ഇങ്ങനെ എഴുതി ഇങ്ങനെ മെച്ചപ്പെട്ട് വന്നതാണ്. പിന്നെ മദ്രസകളിലൊക്കെ ഇങ്ങനെ മത്സരങ്ങൾ, കാലിഗ്രാഫിയുടെ മത്സരങ്ങൾ വെക്കാറുണ്ട്. അതിലൊക്കെ പങ്കെടുത്തേക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാലിഗ്രാഫി എഴുതാൻ തുടങ്ങിയത്. സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിയാണ് ഫാത്തിമ സിയ. സ്കൂളിലെ ഉറുദു അധ്യാപകനായ പിലാത്തറക്കൽ ഷംസുദ്ദീന്റെയും ലൈലയുടെയും മകളാണ് ഫാത്തിമ സിയ. തന്റെ മകൾ ഒരു ചലഞ്ചായാണ് രേഖാരാമായണം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മകളുടെ വിജയത്തിന്റെ പൂർണ്ണാവകാശം അധ്യാപകർക്കാണെന്നും സിയയുടെ പിതാവ് ഷംസുദ്ദീൻ പറഞ്ഞു. നമ്മള് ഇപ്പോ നിലവിലുള്ള ഈ രേഖാരാമായണം ചിത്രപരമ്പരയിലേക്ക് സിയെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാല് സ്കൂൾ പരിസ്ഥിതിദിനാഘോഷത്തോട് ബന്ധപ്പെട്ട ഒരു ചിത്രരചനാ മത്സരം ഉണ്ടായിരുന്നു. അതില് കുട്ടികൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള കാറ്റഗറീസ് ഇല്ല, പകരം എ ഗ്രേഡ് ആയിരുന്നു. ആ എ ഗ്രേഡിലെ ഏറ്റവും മികച്ച പെർഫെക്ഷനുള്ള ചിത്രം സിയുടേതാണെന്നാണ് മാഷി അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണ് മാഷി അതിനെ സെലക്ട് ചെയ്യാൻ ഉണ്ടായ കാരണം. അത് സി എന്ത് ചെയ്തു പറഞ്ഞപ്പോൾ ആദ്യം കഴിയുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മാഷി ധൈര്യം കൊടുത്തു. പിന്നീട് അവള് ആ കഥയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് കേട്ട് അതിന്റെ ഓരോ കഥാപാത്രങ്ങളിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിച്ച് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ 4-5 മണിക്കൂറൊക്കെ ടൈം എടുത്തിട്ടാണ് അവൾ വരച്ചത്. ഇപ്പോൾ കുറച്ച് അതിന്റെ ടൈം ലാഗിങ് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അതൊരു ചലഞ്ചായിട്ട് എടുക്കുകയും വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാലും സിയയുടെ കയ്യിൽ എപ്പോഴും പെൻസിലും പേപ്പറും ഉണ്ടായിരിക്കുമെന്നും ചിത്രരചനയോടൊപ്പം പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോൾക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മാതാവ് ലൈലയും പറഞ്ഞു. മോള് സ്കൂളൊക്കെ വിട്ട് വന്നാൽ വൈകുന്നേരങ്ങൾ സ്കൂൾ വിട്ട് വന്നാല് അവളെ ഏത് സമയം നോക്കിയാലും അവളെ കയ്യില് പേനയും പെൻസിലും ആയിരിക്കും. എപ്പോഴും ചിത്രം വെച്ചോണ്ടിരിക്കും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പഠനവും ഒപ്പം നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവൾക്കും വേണ്ടി നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. സ്കൂളിലെ ചിത്രകലാ അധ്യാപകരും ആർട്സ് ക്ലബ് കൺവീനറുമായ വിപിൻ നാഥിന്റെ നേതൃത്വത്തിലാണ് രേഖാരാമായണം നടത്തിവരുന്നത്. വളരെ മികച്ച രചനകളാണ് ഫാത്തിമ സിയ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് വിപിൻ പറഞ്ഞു. വിദ്യാലയത്തിൽ ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ മുൻനിർത്തി ഭാരതത്തിലെ ഇതിഹാസ കഥകളെയും പുരാണങ്ങളെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം സർഗാത്മകമായ ഭാവനകളിലൂടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമെന്നും ഇതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വിപിൻ നാഥ് പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നമുക്ക് ഒട്ടേറെ ഇതിഹാസ പുരുഷന്മാരും ഒക്കെ ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരുണ്ട്. അതേപോലെ ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ രാമൻ. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് സമൂഹത്തിൽ എത്തിക്കണം. അതൊന്ന്. രണ്ടാമത്, ഇലിസ്ട്രേഷൻ രംഗത്ത് സിയയ്ക്കും ഒന്നും കൂടിയും നല്ല രീതിയിലുള്ള മികച്ച രീതിയിൽ എത്തണം. ഇങ്ങനെയുള്ള കുറച്ച് ആശയങ്ങളാണ് ഈ ആദ്യം ചർച്ചകൾ നടക്കുന്നത്. ഇങ്ങനെ ചർച്ച നടന്നപ്പോൾ ആ ഒരു കഥയെ നമ്മൾ പറഞ്ഞു. രാമായണ കഥയുടെ വിവിധ സന്ദർഭങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ആ സന്ദർഭങ്ങളെ എങ്ങനെ വരയ്ക്കാമെന്നുള്ള ആശയങ്ങൾ ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സിയ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സീതാ സ്വയംവരം വരെ എത്തി നിൽക്കുകയാണ്. നല്ലപോലെ, അതായത് സിയയുടെ ആദ്യത്തെ ഒരു
വരകളിൽ നിന്നും ഏറെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ വരകൾ. നമുക്ക് നോക്കിയാലറിയാം. അതിന്റെ അനാട്ടമി ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി, അതേപോലെ തന്നെ ഈ പുണ്യ കഥാപാത്രങ്ങളുടെയൊക്കെ ആ ഒരു ഭാവം, അതേപോലെ തന്നെ ആ ഒരു രേഖയുടെ പവർഫുൾ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോ സിയ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും കാർട്ടൂൺ ആയാലും ശരി, പിന്നെ സിയ കവിതാ രചനയായാലും ശരി, എല്ലാറ്റിലും മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഫാത്തിമ സിയ. ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡെപ്യൂട്ടി HM സുനിതാകുമാരി പറഞ്ഞു. തനതായിട്ടുള്ള ഒരുപാട് പരിപാടികൾ സ്കൂളിൽ ആവിഷ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രേഖാരാമായണം. 30 ദിവസം നീളുന്ന വരകളിലൂടെ രാമായണത്തെ പുനരാവിഷ്കരിക്കുക എന്ന ഒരു മഹത്തായ ആശയത്തെ കൊണ്ടുവരുന്നതിലും അത് തുടർച്ചയായി ഇത്രയും വർഷങ്ങൾ കൊണ്ടു നടക്കുന്നതിലും വിപിൻനാഥ് മാഷ് എടുക്കുന്ന എഫേർട്ട് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോ ഒരു പരിപാടി ഉണ്ട്, അതിന് വരയ്ക്കാൻ വേണ്ടി ആരെങ്കിലും വരൂ എന്ന് പറഞ്ഞാൽ ഓടി വരുന്ന ധാരാളം ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിപിൻനാഥ് മാഷ് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷവും രേഖാരാമായണം വളരെ മികവുറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞെന്നും ഇത്തവണയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. എക്കാലത്തും രാമായണത്തിന് പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് രേഖാരാമായണത്തിലൂടെയും അർത്ഥമാക്കുന്നതെന്നും അധ്യാപിക വിദ്യ പറഞ്ഞു. ഇതിലൂടെ കുറെ കുട്ടികൾക്ക് ഈ രംഗത്തേക്കുള്ള പ്രോത്സാഹനമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും ഈ പരിപാടി വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ഈ പരിപാടിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ സിയയാണ്. ഫാത്തിമ സിയ പഠനത്തിൽ മികവ് പുലർത്തുന്നതോടൊപ്പം മറ്റു പല പരിപാടികളിലും ചിത്രകലയിൽ പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ, ഡിജിറ്റൽ പെയിന്റിംഗ് ഇതിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച കുട്ടിയാണ്. കൂടാതെ ശാസ്ത്രമേള, സയൻസ് ക്വിസ്, ചെസ് മത്സരങ്ങൾ എന്നിവയിലൊക്കെയും സിയ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം.